അപ്പൊ നമുക്കിനി താമസിപ്പിക്കേണ്ട തുടങ്ങല്ലേ? ആദ്യം തന്നെ 1 മിനിറ്റ് മൗനം ആചരിച്ചിട്ട് തുടങ്ങാം. അല്ല, രാജ്യം ഭരിക്കാൻ റെഡി ആയിരുന്നവര് ബീഹാറിൽ അവിടെ തകർന്നടിഞ്ഞപ്പോ നമ്മൾ ആ ദുഃഖത്തിൽ പങ്കുചേർന്നില്ലെങ്കിൽ മോശല്ലേ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എക്സിറ്റ് പോൾ ഫലം വന്നപ്പോഴും എന്തായിരുന്നു കോൺഫിഡൻസ്? എക്സിറ്റ് പോൾ ഒക്കെ എന്ത്? ആ മോദിജി നിതീഷ് കുമാർ ഒന്നങ്ങോട്ട് മാറിക്കോ, ഞങ്ങളൊരു സർക്കാർ ഉണ്ടാക്കിക്കോട്ടെ എന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്ക് അപ്പോഴേ തോന്നി അപ്പൊ ഈ വോട്ട് ചോരിയൊക്കെ മുന്നിൽ നിർത്തിയിട്ട് എല്ലാവർക്കും ഉള്ളത് രാഹുൽ ഗാന്ധി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇതായിരുന്നു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ബീഹാറിൽ മഹാസഖ്യം മഹാവിജയം നേടും. അങ്ങനെ JDU NDA വിടും. അങ്ങനെ കേന്ദ്ര സർക്കാർ നിലംപൊത്തും. എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ. അങ്ങനെ എന്തൊക്കെ മോഹങ്ങളായിരുന്നു രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായത്. ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി അവരെന്നെ പറഞ്ഞെടുക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഈ ഗതി വന്നല്ലോ. നമുക്ക് വേറെല്ലാം പറയാം. ജോലിയൊക്കെ ആരോപിച്ചിട്ട് വലിയ സ്ക്രീനിൽ കണക്കൊക്കെ പ്രദർശിപ്പിച്ചപ്പോ നമ്മള് വിചാരിച്ചു എന്തോ മലമറിക്കാൻ പോവാണെന്ന്. എന്നിട്ട് എന്തിട്ട് ഗുണം ഉണ്ടായത്? ഇതും ഒരു തുടക്കമാണ്. എന്നാലും ഇങ്ങനെയുണ്ട് ഒരു തോൽവി. രാഹുൽജിക്ക് സ്നേഹത്തിന്റെ കട തുടങ്ങാൻ കുറച്ചും കൂടി ടൈം വേണം കേട്ടോ, കുറച്ച് റെസ്റ്റ് വേണം. അതുകൊണ്ടാ കട നമുക്ക് പിന്നെ തുടങ്ങാം. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ.